Today we will discuss about the frequency response of RC coupled amplifier and the voltage gain expression for RC coupled amplifier. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസെപ്റ്റ് ഓഫ് എ സി ലോഡ് ലൈൻ പഠിച്ചു. എ സി ലോഡ് ലൈൻ എന്താണ്, ഡി സി ലോഡ് ലൈനും എ സി ലോഡ് ലൈനും ഉള്ളത് ഡിഫറൻസ് എന്താണ്. സോ നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ്, ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, അത് എന്താണ്, അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രീക്വൻസി റെസ്പോൺസ്, ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി. സോ വോൾട്ടേജ് ഗെയിനും ഫ്രീക്വൻസിയും വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും വരും, അതിനകത്ത് ഫേസ് റെസ്പോൺസും വരും. സോ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആൻഡ് ഫേസ് റെസ്പോൺസ്. പക്ഷേ ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ മെയിൻലി ഈ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിനെ തന്നെയാണ് ശരിക്കും നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമുക്ക് വോൾട്ടേജ് ഗെയിൻ, ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ആ ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ അറിയാം, വോൾട്ടേജ് ഗെയിൻ അറിയാം. അതുപോലെ തന്നെ അത് വെച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിന് ഉള്ള വാല്യൂ, വോൾട്ടേജ് ഗെയിൻ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു കർവിനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുന്നത്. സോ ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ് ഈ പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കർവ് നോക്കുമ്പോൾ നമുക്കറിയാം ലോവർ ഫ്രീക്വൻസിയിലും അപ്പർ ഫ്രീക്വൻസിയിലും ഗെയിൻ ഡിക്രീസ് ചെയ്ത് നിൽക്കുവാണ്. മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ്. അല്ലെങ്കിൽ പറയാം നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് മിഡ് ഫ്രീക്വൻസി റീജിയനിലാണ്. ലോ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലും ഈ ഒരു ഗെയിൻ വാല്യൂ, ഒരു സ്ലോപ്പ് പോലെ വരച്ചേക്കുന്ന ഗെയിൻ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. ദെൻ ഈ ഒരു റീജിയനാണ്, അല്ലെങ്കിൽ ആ മിഡ് ഫ്രീക്വൻസി റേഞ്ചിലാണ് ഈ ഒരു നമുക്ക് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് നമുക്ക് പറയാം. ഈ ഒരു റേഞ്ച് ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന റീജിയൻ. സോ ഇനി എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇറ്റ് ഈസ് എ ഗ്രാഫ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി. ഇത് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന ഡെഫിനിഷൻ അതാണ്. അതുപോലെ തന്നെ നമുക്ക് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ആ ഒരു ഗെയിൻ വാല്യൂ നോക്കുമ്പോൾ നമുക്കറിയാം ദ ഗെയിൻ ഈസ് സ്മോൾ അറ്റ് ലോ ആസ് വെൽ ആസ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഗെയിൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓവർ എ മിഡിൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആൻഡ് ഫോൾ അറ്റ് ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസീസ്. ഹൈ ഫ്രീക്വൻസിയിലും ലോ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറഞ്ഞു നിൽക്കും. ആ മിഡ് ഫ്രീക്വൻസി ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അതിനെ നമ്മൾ മിഡ് ഫ്രീക്വൻസി റേഞ്ച് എന്നാണ്, അല്ലെങ്കിൽ മിഡ് ഫ്രീക്വൻസി ഗെയിൻ, ആ ഗെയിനിനെ നമുക്ക് മിഡ് ഫ്രീക്വൻസി ഗെയിൻ എന്ന് പറയാം. ആ റേഞ്ചാണ് മിഡ് ഫ്രീക്വൻസി റേഞ്ച്. അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ആ ഗെയിൻ കുറയുന്നത്, അതൊക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ആ മാക്സിമം ഗെയിൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ മിഡ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള ആംപ്ലിറ്റ്യൂഡാണ് ഞാൻ എ എം ആയിട്ട്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഗെയിൻ എ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു 3 dB വാല്യൂ, ഒരു 3 dB വാല്യൂ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഗ്രാഫിനകത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 dBയിൽ, ആ മാക്സിമം വാല്യൂവിൽ നിന്നും 3 dB മാറ്റി നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മളത് ഗ്രാഫിക്കലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന, ഒരു സെമി ലോഗ് ഗ്രാഫ് പേപ്പറിലാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു മാക്സിമം dB വാല്യൂവിൽ നിന്നും ഒരു 3 dB വാല്യൂവിൽ കിട്ടുന്ന ആ 2 ഫ്രീക്വൻസി വാല്യൂവിനെയാണ് നമ്മളിവിടെ FL ആയിട്ടും FH ആയിട്ടും മാർക്ക് ചെയ്തേക്കുന്നത്. ആ ഒരു ഫ്രീക്വൻസീസിനെ നമ്മൾ 3 dB ഫ്രീക്വൻസീസ് എന്ന് പറയും. ആ 3 dBയിലുള്ള ഗെയിനിൻ്റെ വാല്യൂ AM/√2 ആയിരിക്കും. മാക്സിമം വാല്യൂവിൽ നിന്നും 3 dBയിലുള്ള വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ AM/√2 ആയിരിക്കും, വിച്ച് ഈസ് സെയിം ആസ് 0.707 AM. സോ ഇതായിരിക്കും 3 dBയിലുള്ള വാല്യൂ. ആ 3 dBയിലുള്ള ഫ്രീക്വൻസീസ് ആണ് FL FH. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫ്രീക്വൻസീസ് FL ആൻഡ് FH ആർ നോൺ ആസ് -3 dB ഫ്രീക്വൻസീസ് because the power output is -3 dB from its normal level when PH is half of PL. നമ്മളതിനെ ഹാഫ് പവർ പോയിൻറ്റ്സ് എന്നും പറയും.
സോ നമ്മൾ ലോഡ് അല്ലെങ്കിൽ പി എച്ചിലെ വാല്യൂ പി എല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ പവർ വാല്യൂ റെഡ്യൂസ് ടു ഹാഫ് വാല്യൂ ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മളതിനെ ഹാഫ് പവർ പോയിൻറ്റ്സ് എന്ന് പറയും. അതുപോലെ തന്നെ എഫ് എച്ചിൻ്റെയും എഫ് എല്ലിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു ഫ്രീക്വൻസി ഡിഫറൻസ് അല്ലെങ്കിൽ എഫ് എച്ച് മൈനസ് എഫ് എൽ. സോ എഫ് എച്ച് മൈനസ് എഫ് എൽ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ബാൻഡ് വിഡ്ത്ത്. സോ ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. എഫ് എച്ച് മൈനസ് എഫ് എൽ ആണ് ഈ ഒരു ആർ സി കപ്പിൾ ആംപ്ലിഫയറിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച്, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇറ്റ് ഈസ് ദ ആംപ്ലിഫയർ ബാൻഡ് വിഡ്ത്ത്. അതുപോലെ ഞാൻ പറഞ്ഞു ആ രണ്ട് ഫ്രീക്വൻസീസ് എഫ് എൽ ആൻഡ് എഫ് എച്ച് ആർ നോൺ ആസ് ഹാഫ് പവർ പോയിൻറ്റ്സ്. സോ അവിടെ പവർ റെഡ്യൂസ് ടു ഹാഫ്, ആ ഒരു നമ്മളതിൻ്റെ പ്രൂഫ് ഇവിടെ വെച്ചിട്ടില്ല. പവർ റെഡ്യൂസിങ് ടു ഹാഫ്, അതുകൊണ്ടാണ് ആ പോയിൻറ്റ്സിനെ നമ്മൾ ഹാഫ് പവർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് -3 dB ഫ്രീക്വൻസീസ്. ഇനി ഞാൻ പറഞ്ഞു ആ ഒരു ഫ്രീക്വൻസിയിൽ എഫ് എല്ലിലും എഫ് എച്ചിലും നമ്മുടെ ഗെയിൻ വാല്യൂ കുറവാണ്. എന്തുകൊണ്ടാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയുന്നത്, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയുന്നത് എന്താണ്? ഇതിൻ്റെ റീസൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഗെയിൻ കുറയുന്നത്? സോ നമുക്കതിലേക്ക് വരാം. അറ്റ് ലോ ഫ്രീക്വൻസീസ് ദ വോൾട്ടേജ് ഗെയിൻ ഡിക്രീസസ് അല്ലെങ്കിൽ ദ വോൾട്ടേജ് ഗെയിൻ ഫോൾസ് ഡ്യൂ ടു ദ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ്. ഇതാണ് റീസൺ. സോ ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് കാരണമാണ് ശരിക്കും ലോ ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാനുള്ള റീസൺ. ദോ reason is the coupling and bypass capacitors no longer act like short circuit. So low frequency le namakkariyam Xc is equal to 1/2 pi f into c. Low frequency value means f that is approximately 0 അല്ലെങ്കിൽ 0 യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ സമയത്ത് എക്സിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെങ്കിൽ റിയാക്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. സോ ആ സമയത്ത് നമുക്കൊരിക്കലും അതിനെ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ അത് തന്നെയാണ് റീസൺ. സോ their capacity reactance will be large enough to drop some of AC voltage. There will be some AC voltage drop across the capacitor. So അവിടെ AC voltage drop ഉണ്ടാവും. നോർമലി the gain will decrease. സോ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഇത് ലോ ഫ്രീക്വൻസിയിൽ ഈ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സും അല്ലെങ്കിൽ C1 C2 അല്ലെങ്കിൽ CB CC നമ്മൾ പറഞ്ഞ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കപ്പാസിറ്റേഴ്സും അതുപോലെ C എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്റേഴ്സുമാണ് ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള റീസൺ. സോ ഈ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്തില്ല. ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെ AC വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. കാരണം റിയാക്റ്റൻസ് കൂടുതലാണ് കാരണം എഫ് ലോ ആണ്. എഫ് ലോ ആവുന്ന സമയത്ത് റിയാക്റ്റൻസ് കൂടുതലാണ്. ദർ വിൽ ബി എ ലാർജ് വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു ദ AC സിഗ്നൽ. സോ ആ AC സിഗ്നലിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആൻഡ് ഡ്യൂ ടു ദിസ് ദ വോൾട്ടേജ് ഗെയിൻ വിൽ ഡിക്രീസസ് ആസ് വി അപ്രോച്ച് 0 ഹെർട്സ് അല്ലെങ്കിൽ വെരി ലോ ഫ്രീക്വൻസിയിൽ ആ ഒരു ഡ്രോപ്പ് കാരണം ഗെയിൻ ഡിക്രീസ് ചെയ്യും. ഇതാണ് ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള റീസൺ. സോ നെക്സ്റ്റ് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ആണ് ഒരു റീസൺ. ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ്. സോ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് കാരണം അപ്പം ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് നമുക്കറിയാം ട്രാൻസിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ദീസ് കപ്പാസിറ്റൻസ് പ്രൊവൈഡ് bypass path for the AC signal, and at high frequencies the capacity reactance becomes low. Xc very low ആയിരിക്കും F high ആവുന്ന സമയത്ത്. That will prevent the normal transistor action and this result in a loss of voltage gain. So ഇതാണ് ഹൈ ഫ്രീക്വൻസിയിലുള്ള റീസൺ. ഹൈ ഫ്രീക്വൻസിയിൽ ഉള്ള റീസൺ അതാണ് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ്. അപ്പോൾ നമ്മളൊരു ട്രാൻസിസ്റ്റർ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് this is collector, emitter and this is the base. So ഈ കളക്ടറിനും ബേസിനും അക്രോസ് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് കാണാം. ദെൻ ബേസിനും എമിറ്ററിനും അക്രോസ് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ഉണ്ട്. സോ ദിസ് കപ്പാസിറ്റർ ഈസ് CBE. So this is base emitter capacitance. Then CBC ബേസിനും കളക്ടറിനും അക്രോസ് ഉള്ള കപ്പാസിറ്റൻസ്. സോ ഈ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ആണ് ഒരു റീസൺ
ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള റീസൺ. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹൈ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. സോ അവിടെ ഒരു എന്താണ് ലോസ് ഉണ്ടാവും, വോൾട്ടേജ് ഗെയിൻ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് റീസൺ ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള ഫസ്റ്റ് റീസൺ ആണിത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസ്. സോ സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസ് ആണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ളത്. സോ അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എനി കണക്റ്റിംഗ് വയർ ഇൻ എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ആക്ട്സ് ലൈക്ക് വൺ പ്ലേറ്റ് ഓഫ് എ കപ്പാസിറ്റർ ആൻഡ് ദ ഗ്രൗണ്ട് ആക്ട്സ് ലൈക്ക് അതർ പ്ലേറ്റ്. സോ ആ ഒരു സ്ട്രേ വയറിംഗ് കപ്പാസിറ്റേഴ്സ്, സോ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വയേഴ്സ് ഇത് ഒരു പ്ലേറ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് അടുത്ത പ്ലേറ്റ് ആയിട്ടും ആക്ട് ചെയ്ത് ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് ആണ് സ്ട്രേ വയറിംഗ് capacitors. So this is stray capacitance, stray wire capacitance. So ഇത് കാരണവും നമുക്ക് വോൾട്ടേജ് ഗെയിൻ കുറയാം. സോ വോൾട്ടേജ് ഗെയിൻ കുറയാനുള്ള റീസൺ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസിയിൽ റീസൺ പറഞ്ഞു. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ്. ദെൻ ഹൈ ഫ്രീക്വൻസിയിലുള്ള റീസൺ ആണ് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ആൻഡ് എമിറ്റർ internal capacitance and stray wire capacitance. ഇതാണ് റീസൺ ഹൈ ഫ്രീക്വൻസിയിൽ. സോ internal capacitance of the transistor. സോ internal capacitance ഒരു റീസൺ ആണ്. അടുത്ത റീസൺ എന്ന് പറയുന്നത് stray wire capacitance. സോ ഇത് രണ്ടും ആണ് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള രണ്ട് റീസൺസ്. ദെൻ ലോ ഫ്രീക്വൻസീസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ that is due to coupling capacitors and bypass capacitors. Coupling and bypass capacitors. ഇതാണ് ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള റീസൺസ്. സോ ഇത്രയുമാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. എങ്ങനെയാണ് അത് പ്ലോട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഗെയിൻ ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും കുറയുന്നത്, ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, ലോ ഫ്രീക്വൻസി high frequency components, they are known as minus 3 dB frequency components, and these 2 points are known as half power points. Then നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വോൾട്ടേജ് ഗെയിൻ ആണ്. സോ വോൾട്ടേജ് ഗെയിൻ ഒരു എ സി ആംപ്ലിഫയറിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ പറയാം. വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ എ സി ആംപ്ലിഫയർ. സോ ഒരു എ സി ആംപ്ലിഫയറിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ് എ വി ഈക്വൽ ടു മാക്സിമം ഗെയിൻ, ദ മാക്സിമം വോൾട്ടേജ് ഗെയിൻ എ വി എം ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ജെ എഫ് എൽ ബൈ എഫ്. ജെ കൺസിഡർ ചെയ്യേണ്ട, മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എഫ് എൽ ബൈ എഫ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു. So this is 1 AVM by root of 1 plus FL by F the whole square into root of 1 plus F by FH the whole square. So ഇതാണ് നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ. സോ നമ്മളിവിടെ ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മിഡ് ബാൻഡ് ഫ്രീക്വൻസീസ്, മിഡ് ബാൻഡ് റേഞ്ചിൽ നമുക്ക് പറയാം എഫ് എൽ ബൈ എഫ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. അതായത് ഈ കമ്പോണൻറ്റ് മിഡ് ബാൻഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടതാണ്. മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്ക് വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് റേഞ്ച് ദ ഗെയിൻ ഈസ് കോൺസ്റ്റൻറ്റ്. നമ്മളതിന് എ എം അല്ലെങ്കിൽ എ വി എം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു കമ്പോണൻറ്റ് എഫ് എൽ ബൈ എഫ് വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0 ആൻഡ് എഫ് ബൈ എഫ് എച്ച് വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0 ആൻഡ് വി ക്യാൻ റൈറ്റ് എ വി ഈക്വൽ ടു എ വി എം. സോ ഇതായിരിക്കും മിഡ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള വോൾട്ടേജ് ഗെയിൻ്റെ വാല്യൂ. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ പറഞ്ഞു. ദെൻ ലോ ഫ്രീക്വൻസീസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സെക്കൻഡ്
value, that is f by fh value will be 0. For low frequencies, f by fh value will be approximately 0. So we can write AV equal to AVM divided by root of 1 plus FL by F the whole square. So ഇതാണ് ലോ ഫ്രീക്വൻസിയിലുള്ള എക്സ്പ്രഷൻ. സോ ഈ ഒരു കമ്പോണൻറ്റ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. സോ ഇത് 1 ആയിരിക്കും. സോ ഈ ഒരു എക്സ്പ്രഷൻ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഫോർ ഹൈ ഫ്രീക്വൻസി or above mid fan. So low frequency അല്ലെങ്കിൽ നമുക്ക് പറയാം above below mid band. Below mid band. This is above mid band. ആ മിഡ് ബാൻഡ് റേഞ്ച്, ലോവർ മിഡ് ബാൻഡ്, അതുപോലെ അപ്പർ മിഡ് ബാൻഡ് റേഞ്ച്, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പർ മിഡ് ബാൻഡ് റേഞ്ചിൽ FL by F നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ FL by F will be approximately 0. So that AV is equal to AVM by root of 1 plus. സോ ഇവിടെ നമ്മൾ ഈ ഒരു വാല്യൂ ആണ് 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് F by FH the whole square. സോ ഇതായിരിക്കും എബവ് മിഡ് ബാൻഡ് ഫ്രീക്വൻസിയിലുള്ള ഗെയിനിൻ്റെ എക്സ്പ്രഷൻ. സോ നമ്മൾ വോൾട്ടേജ് ഗെയിൻ dBയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ഗ്രാഫിനകത്ത് കണ്ടു. സോ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ എക്സ്പ്രഷനും നമ്മൾ പഠിച്ചു. സോ നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ സ്മോൾ സിഗ്നൽ അനാലിസിസ് ഹൈബ്രിഡ് മോഡൽ ഡിസ്കസ് ചെയ്യുന്നതാണ്, ഈ സെയിം RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെത്. സോ ഓക്കെ, താങ്ക് യു.